Are you ready? Okay, then take your textbook. Open your textbook. Where did we stop in the last class? We are discussing the fourth point, Thomas Alva Edison, right? And we discussed and answer these questions. Answer these questions discuss ചെയ്തോ? പറഞ്ഞു തന്നു. അതിന്റെ നോട്ട്സ് മിസ് തന്നോ? തന്നില്ല. മിസ് മറന്നുപോയി. ആരും ഓർമ്മിപ്പിച്ചില്ലല്ലോ. ഓക്കെ, ഇന്ന് തന്നെ തരാം കേട്ടോ മിസ്. കുറെ ലീവ് ഇല്ലേ, അപ്പോഴത്തേക്ക് എഴുതി പഠിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ, പേജ് നമ്പർ 18. പേജ് നമ്പർ 18. Last one. Fun with words. Fun with words. Okay. Find out the meanings of these words from the dictionary. Dictionary നോക്കി അവിടെ 3 words തന്നിട്ടുണ്ട്. അതിന്റെ meanings എഴുതിയെടുക്കാം. Okay, first one, unusual. Unusual. ഉപയോഗമില്ലാത്തതോ? First one, unusual. Second one, invention. Third one, laboratory. Laboratory. Okay. What do you mean by unusual? What do you mean by usual? Unusual is the opposite word of usual. അല്ലേ? Unusual എന്ന് പറഞ്ഞാൽ എന്താ? Not common. Okay. Unusual means not common. Then or not usual. Usual അല്ലാത്തത്, സാധാരണ അല്ലാത്തത്, അസാധാരണമായതാണ് എന്ത്? Unusual. So write the meaning of the first word, unusual. Unusual means not usual. Not usual. Okay, അവിടെ എഴുതി വെക്കാം മക്കളെ. Not usual. Not usual. Okay, finished. Not usual. Unusual means not usual or not in common. Why are you smiling, Sridhar? അടക്കി പിടിച്ച് ചിരിക്കുകയാണ്. ചിരിച്ചോ? കോമഡിയാണോ? നമുക്ക് കൊണ്ട് ചിരിക്കാനുള്ളതാണോ? അല്ല. Okay, second one, invention. Invention. What do you mean by invention? എന്താ invention എന്ന് പറഞ്ഞാല്? Action of inventing something. അല്ലേ? എന്തെങ്കിലും കണ്ടുപിടിക്കുന്നതാണ് എന്ത്? Invention. കണ്ടുപിടുത്തം. Okay, അല്ല പറയുന്ന മിസ് കേൾക്കുന്നുണ്ട്. Action of inventing something, typically a process of device. Okay, right. Action of inventing something. Action of inventing something, right. Okay. എന്താണ് ദേവാഞ്ജന? അതിന്റെ സ്പെല്ലിംഗ് പറഞ്ഞു തരുവാ? പറഞ്ഞുതരാ. Action of inventing something. Action of inventing something. Or creation of something. Or slash ഇടുക. Or
Creation of something. Action of inventing something or creation of something. ഉത്തരം. Okay. And which is our third word? Laboratory. Laboratory means what? Laboratory. മിസ്സേ ഒന്നാമത്തെ നോട്ട് അൺയൂഷ്വൽ അല്ലേ? Not unusual, not usual. സാധാരണ അല്ലാത്തത്. Not usual. Not usual. Okay. And which is the third word? All of you finish this one? Laboratory. What do you mean by laboratory? A room or building equipped for scientific experiments, research or teaching. Okay? A room or building, right? എന്നിട്ട് പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാം. A room or building. A room or building. ഒന്നുകിൽ റൂം ആവാം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് തന്നെ ആവാം. A room or a building. A room or building. Equipped means സജ്ജമായത്. Equipped. For scientific research or experiments. പരീക്ഷണങ്ങൾക്കോ experiments. A room or building equipped for scientific research or experiments. ഒന്നുകിൽ റിസർച്ച് നടത്താനാവാം അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്കാവാം അല്ലെ? സയന്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വേണ്ടിയിട്ടുള്ള സജ്ജമായ റൂമിനെയോ ബിൽഡിങ്ങിനെയോ നമ്മൾ എന്ത് പറയാ? ലബോറട്ടറി എന്ന് പറയാം. ഓക്കെ. സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചിന് വേണ്ടിട്ടോ എക്സ്പെരിമെന്റ്സിന് വേണ്ടിട്ടോ സജ്ജമായ റൂമിനെയോ ബിൽഡിങ്ങിനെയോ നമ്മൾ എന്ത് പറയാ? ലബോറട്ടറി എന്ന് പറയാം. മനസ്സിലായോ? നമ്മുടെ തോമസ് അൽവ എഡിസൺ ലബോറട്ടറിയിലാണ് എക്സ്പെരിമെന്റ്സ് നടത്തിയെന്ന് പറഞ്ഞിട്ടില്ലേ? ഓക്കെ. പരീക്ഷണങ്ങൾ നടത്തുന്ന പരീക്ഷണശാലയാണെന്ത്? ലബോറട്ടറി. ഓക്കെ. All of you finished? കഴിഞ്ഞോ? Okay. Then next one. കണ്ടോ? See, last one. Write as many words as you can from the word invention. Invention എന്ന വേർഡിൽ നിന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ വേർഡ്സ് ഉണ്ടാക്കിയില്ലേ? അതുപോലെ അതിൽ നിന്നും വേർഡ്സ്, പുതിയ വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻവെൻഷൻ, ഇൻവെന്റ്. ഒരു വേർഡ് കിട്ടില്ലേ നമുക്ക്? ഇൻവെൻഷൻ എന്ന വലിയ വേർഡിൽ നിന്നും ഇൻവെന്റ് എന്നൊരു വേർഡ് നമുക്ക് കിട്ടിയില്ലേടോ? ഇൻവെൻഷനിൽ നിന്ന് ഇൻവെന്റ് കിട്ടിയില്ലേ? അതുപോലെ ഇൻവെൻഷൻ എന്ന വേർഡിലെ സ്പെല്ലിങ്സ് ഉപയോഗിച്ച് പുതിയ വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഇൻവെന്റ്. നിങ്ങൾക്ക് എഴുതാം ഇൻവെന്റ്. യു ക്യാൻ റൈറ്റ് ഇൻവെന്റ്. അതിന് താഴെ തന്നെ എഴുതി വെച്ചോ ഇൻവെന്റ്. INVENT. ഇൻവെന്റ്. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? നയൻ. NINE ഇല്ലേ? അതില് N ഉണ്ട്, I ഉണ്ട്, N ഉണ്ട്, E ഉണ്ട് അല്ലെ? നയൻ. പിന്നെ പറഞ്ഞോ? വൈൻ. VINE. വൈൻ.
വൈൻ. നിയോൺ, അത് നിങ്ങൾക്ക് അറിയാത്ത വേർഡ് ആയിരിക്കും. NEON, നിയോൺ. നെക്സ്റ്റ് ഓക്കെ. Then ടൺ, TON, ടൺ. ഓക്കെ, അല്ലക്കുട്ടി പറഞ്ഞു. ഓക്കെ പറഞ്ഞോ. ഇൻ. ഇൻ വേർഡ് ആണോടാ? ഇൻ കുഴപ്പമില്ല. ഇൻ എന്താ? ഓക്കെ, ഇൻ പ്രിപ്പോസിഷൻ അല്ലേ? പിന്നെ that's enough. ഒന്നും കൂടി പറഞ്ഞുതരാ. എനിക്കിപ്പോ ഒന്നും പറയുന്ന ആദ്യം പറഞ്ഞ കേൾക്കുന്നില്ല. നയൻ, NINE, നയൻ എഴുതിയോ? NEON. ഓക്കെ. നെക്സ്റ്റ് വൺ ഇൻവെന്റ്, INVENT, ഇൻവെന്റ്. EON നോൺ അല്ലേ? നിയോൺ, NEON. നെക്സ്റ്റ് വൈൻ, VINE, വൈൻ. VINE, വൈൻ. ഓക്കെ, that's enough. നിയോൺ എന്താണ്? അതൊരു വാതകമാണ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 19. പേജ് നമ്പർ 19 അത് മതി നമുക്ക്. നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഓക്കെ, എന്താണ് ആഷൻ? പേജ് നമ്പർ 19, filling the blanks with suitable nouns from the box. ആരാണ് മിസ്സിന് വിളിക്കുന്നത്? ഓക്കെ പറഞ്ഞോ ആഷൻ. Okay, listen. Page number 19. Let us learn grammar. Okay. ആഷിന് റേഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മോനെ. പിന്നെ ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ. Let us learn grammar. Filling the blanks with suitable nouns from the box. ബോക്സിൽ കുറച്ച് nouns കൊടുത്തിട്ടുണ്ട്. അവിടെ 6 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ടില്ല, സ്യൂട്ട് ചെയ്യുന്ന നൗൺസ് ഉപയോഗിച്ച് അവിടെ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ. ബോക്സിൽ ഏതൊക്കെ വേർഡ്സ് ഉള്ളത് ശ്രീദേവേ? ഏതൊക്കെ വേർഡ്സ് ഉള്ളത് ബോക്സില്? വായിച്ചോ. ഫയർമാൻ, ഫാർമർ, ഡോക്ടർ, എഞ്ചിനീയർ, ക്രിമിസ്റ്റർ, വെയിറ്റർ. ഓക്കെ, read the first sentence, Suryadev. Read the first sentence, Suryadev. Okay. I work in a hospital. I am a. Tell me the answer also. I work in a hospital. ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. I look after those who are sick. അസുഖമുള്ളവരെ ഞാൻ ചികിത്സിക്കാറുണ്ട് അല്ലേ? I look after those who are sick. I am a doctor. Right, doctor. First one, doctor. DOCTOR, doctor. DOCTOR, doctor. First one. Okay, I work in a hospital. I look after those who are sick. I am a doctor. Next, second one.
I put out fires. Am I? I put out fires. Fireman. Very good. Fireman, right? F-I-R-E-M-A-N. I put out fires. I'm a fireman. Okay. I put out fires. I'm a fireman. Okay, next. Third one. I sell medicines in a shop. Am I? I am a chemist, right? I sell medicines in a shop. I am a chemist. Fourth one, chemist. What's the thing? Chemist? C-H-E-M-I-S-T, chemist. Okay, fourth one. I serve people in a restaurant or a hotel. I am a waiter. Very good, waiter, right. Next, fifth one. I grow crops in the field. I am a field. Farmer, right. I grow crops in the field. I am a farmer. F-A-R-M-E-R, farmer. Farmer. Sixth one, last one. Last one. I design machines, roads and bridges. I am an engineer, right? Engineer. E-N-G-I-N-E-E-R, engineer. Okay. Next, E noka. Next one, E. Match the person with the works she or he does. Match the person with the work she or he does. Okay? കുറച്ച് ആൾക്കാരുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്യുന്ന ജോലിക്ക് നേരെ നിങ്ങൾ ലൈൻ മാച്ച് ചെയ്യുക. ലൈൻ വരച്ച് മാച്ച് ചെയ്യുക. ഫസ്റ്റ് വൺ ഒരു സൈഡിൽ എന്താ? ഫസ്റ്റ് സൈഡിൽ എന്താ? ടൈലർ, ബുച്ചർ, barber, gardener, fisherman. In the opposite side, we can see catches fish, cuts hair, stitches clothes, cuts and sells meat, look after the garden. Okay, first one, Tyler. Tyler. Tyler എന്ത് ചെയ്യുന്നത്? Tyler എന്താ ചെയ്യുന്നത്? Stitches clothes. വരച്ചോ? സ്പീഡിൽ ചെയ്തോ, എന്നിട്ട് മിസ്സിനോട് പറ. ഫസ്റ്റ് വൺ ഒന്ന് ഏതിലേക്ക് വരയ്ക്കേണ്ടത്? സിയിലേക്ക് വരക്കുക. സിയിലേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ. ടൈലർ സ്റ്റിച്ചസ് ക്ലോത്ത്സ്. Second one, a butcher cuts and sells meat. Second one, D ലേക്ക് വരക്കുക. Cuts and sells meat. ഇറച്ചി വെട്ടുകാരനാണ് അല്ലേ? Okay. Cuts and sells meat. Third one, barber. Barber. B, cuts hair. Cuts hair. Cuts hair. Next, the fourth one, gardener. Gardener. Christy, ചെയ്യുന്നുണ്ടോ?
ഗാർഡന് ഫോർത്ത് വൺ എങ്ങോട്ടേക്കാ ഇയിലേക്ക് വരുക ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ ലുക്സ് ആഫ്റ്റർ ദ ഗാർഡൻ looks after the garden. Okay. Ini fisherman. Fisherman catches fish. A നോക്ക. Okay. Ini let us listen. Let us listen. Kando. Your teacher will read out some sentences. Write the words that are opposite to the ones given below. അത് നമുക്ക് വേണ്ട സ്കിപ്പ് ചെയ്യാം. എക്സാമിന് വരാത്ത കാര്യമാണ് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ എഫ് നമുക്ക് ചെയ്യണ്ട. പിന്നെ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സ്കൂളൊക്കെ തുറന്ന് സമയം ഉണ്ടാവുമ്പോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം ക്ലാസ് എടുക്കാം. ഓക്കെ സ്റ്റാർ ഇട്ടിട്ട് വരുന്നത് നമുക്ക് എക്സാമിന് വരില്ല. ഇനി let us write. Let us write. Here are a few things that run on electricity. Can you name a few more? ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി കൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അതിൽ കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേഡിയോ, ടെലിവിഷൻ. ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതിക്കോ. ഇഷ്ടമുള്ള രണ്ടെണ്ണം എഴുതിക്കോ. റേഡിയോ, ടെലിവിഷൻ, പിന്നെന്താ റെഫ്രിജറേറ്റർ, AC, പിന്നെന്താ ഇലക്ട്രിസിറ്റിയിൽ പോകുന്നത് ഏതെങ്കിലും രണ്ടോ മൂന്നെണ്ണം എഴുതിക്കോ മോളെ. അല്ല എഴുതിക്കോ, പറയണ്ട, എഴുതിക്കോ. ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുടെ പേര് എഴുതിക്കോ. Okay, finished? Okay, next one. Name two famous scientists. രണ്ട് famous scientists പേര് അവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. Name two famous scientists. രണ്ട് സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞേ. Name two famous scientists. പറഞ്ഞോ വേഗം അറിയുന്നവരെ. Write Albert Einstein. Write Albert Einstein. Spelling A-L-B-E-R-T. Albert. A-L-B-E-R-T. Albert. Einstein. E-I-N-S-T-E-I-N. Einstein. Albert Einstein. A-L-B-E-R-T. Albert. എഴുതിയോ? A-L-B-E-R-T. Albert Einstein. സ്പേസ് ഇട്ടിട്ട് എഴുതണേ. എഴുതിയോ? I-N-S-T
EIN, Albert Einstein. കിട്ടിയോ മക്കളെ? ആൽബർട്ട് ഐൻസ്റ്റീന്റെ സ്പെല്ലിംഗ് കിട്ടിയോ? ALBERT, ആൽബർട്ട് ഐൻസ്റ്റീൻ. EINSTEIN, ആൽബർട്ട് ഐൻസ്റ്റീൻ. Second one, Isaac Newton. Isaac Newton, right? I should be capital. Comma edit edane. ISAC, Isaac Newton. NEWTON, Isaac Newton. ISAAC, Isaac Newton, and should be capital. And should be capital. Newton. പിന്നെ ആരാ പറഞ്ഞ നമ്മള്? ആൽബർട്ട് ഐൻസ്റ്റീൻ. Okay, Albert Einstein and Isaac Newton. Okay, next. ഇത് എഴുതി കഴിഞ്ഞവരാണോ എല്ലാവരും? അല്ലേ? ഇനി ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പേര് പറഞ്ഞോ. ഫ്രീഡം ഫൈറ്റേഴ്സ്. ഫ്രീഡം ഫൈറ്റേഴ്സ്. Bhagat Singh. Okay, then Subhash Chandra Bose. Subhash Chandra Bose. Then Gandhiji, alle ezhudiko. Mahatma Gandhi. Mahatma Gandhi, right? Mahatma Gandhi. MAHATMA, Mahatma Gandhi. GANDHI. കിട്ടിയില്ല അല്ലേ സൂര്യദേവേ? മഹാത്മാ ഗാന്ധി, റൈറ്റ്? മഹാത്മാ MAHATMA. Gandhi. G should be capital. GANDHI. Mahatma Gandhi. Next is Subhash Chandra Bose. Subhash Chandra Bose. Mahatma Gandhi. First one. Second one. S should be capital. Subhash Chandra Bose. Subhash Chandra Bose. Okay, that's enough. Mahatma Gandhi and Subhash Chandra Bose. രണ്ടുപേരെ പോരെ? Okay, എന്താ ഇവിടെ question? Name two famous. രണ്ടുപേരെ മതി അല്ലേ? Okay, then പിന്നെന്താ, അങ്ങനെ നമ്മുടെ ആ ലെസൺ തീർന്നിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ഫിഫ്ത്ത് ലെസൺ, ഇൻ സെർച്ച് ഓഫ് പ്യൂർ വാട്ടർ. ഇൻ സെർച്ച് ഓഫ് പ്യൂർ വാട്ടർ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വാ.
ഓക്കെ, എന്നാ നമ്മുടെ ക്ലാസ് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്താലോ? 4 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് ഇനി, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഷാൽ യു വൈൻഡ് അപ്പ് ദ ക്ലാസ്? യെസ്, ഓക്കെ, ബൈ.